ഹലോ എവരി വൺ. നമ്മളിന്ന് നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള മേക്ക് പീസ് നോട്ട് വാറിലേക്ക് കിടക്കുകയാണ്. ആ യൂണിറ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. എന്തൊക്കെയാണുള്ളത്? ഒബ്ജക്റ്റീവ്സ് നോക്കൂ. റീഡ് ഡയറി എൻട്രി ആൻഡ് കോംപ്രിഹെൻഡ് ഇറ്റ്. ഒരു ഡയറി എൻട്രി വായിക്കുക. എന്താണ് ഡയറി എൻട്രി നമ്മൾ നോക്കും. അതുപോലെ തന്നെ അത് വായിച്ച് എന്തൊക്കെയാണ് അതിനകത്ത് എഴുതാൻ പറ്റുന്നത്, എങ്ങനെയാണ് അത് എഴുതുന്നത്, അതൊക്കെ നോക്കാൻ പറ്റും. പിന്നെ കോംപ്രിഹെൻഡ് ന്യൂ ലെക്സിക്കൽ ഐറ്റംസ്, പുതിയ പുതിയ വേർഡ്സ്, പുതിയ പുതിയ റൈറ്റിംഗ്സ് അറിയാൻ പറ്റും. ലിസൺ ആൻഡ് കോംപ്രിഹെൻഡ് ഫാക്ട്സ്, ലിസണിങ് സ്കിൽസ്, മേക്ക് ഇൻഫറൻസസ് ഫ്രം ദ ടെക്സ്റ്റ്, ഇവാലുവേറ്റ് സിറ്റുവേഷൻ ആൻഡ് എക്സ്പ്രസ് ഒപ്പീനിയൻ. ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ അത് ഇവാലുവേറ്റ് ചെയ്ത് അത് നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഡയറി എൻട്രി എഴുതാൻ വേണ്ടി യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോംസ് കറക്റ്റ്ലി. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോംസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്? റൈറ്റ് ആൻഡ് ഡെലിവറി സ്പീച്ച്. ഒരു സ്പീച്ച് പറയാനും അത് എഴുതി ഒരു പേപ്പറിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാനാണ് ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വാം സെഷൻ നോക്കാം. ഡു യു തിങ്ക് പീപ്പിൾ റൈറ്റ് ഡയറീസ്? നിങ്ങളെല്ലാവരും ഒരുവിധമൊക്കെ ആൾക്കാരൊക്കെ ഡയറി എഴുതിയിട്ടുള്ളവരുണ്ട്, ഇപ്പം എഴുതുന്നവരുണ്ട്, ഡയറി എഴുതുന്ന ആൾക്കാരെ അറിയാവുന്നവരുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ എന്തിനാണ് ഡയറി എഴുതുന്നത്? ഡയറി റൈറ്റിംഗ് എന്തിനാണ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഏതൊക്കെ ആൾക്കാരാണ് അത് ചെയ്യുന്നത്? എന്നാൽ ഡയറി റൈറ്റിംഗ് എഴുതുന്ന ആൾക്കാരെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ചില ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ബ്ലാങ്ക്സിൽ കൊടുക്കാം. ഹൗ ക്യാൻ എ ഡയറി ബി വാല്യുബിൾ ഫോർ എ പേഴ്സൺ? ഒരു ഡയറി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ദിവസേന നടക്കുന്ന കാര്യങ്ങളെല്ലാവരും നമ്മളൊരു മനുഷ്യനോട് പറയുന്ന പോലെ ഡയറിയോട് പറയും അല്ലേ? ഡേറ്റ് ഒക്കെ ഇട്ട് ഡിയർ ഡയറി എന്നോ അല്ലെങ്കിൽ ഡയറിക്ക് ഒരു പേരിട്ടൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, അങ്ങനെ എഴുതുന്ന ഒരു റൈറ്റപ്പിനെയാണ് നമ്മൾ ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു ഫ്രണ്ട് ഇല്ല, അതിൽ നമ്മളൊരു ഐസൊലേഷൻ അനുഭവിക്കുകയാണെങ്കിൽ ഡയറിയോട് പറയുന്നതാണ്. ഡയറിയാണ് നമ്മുടെ പേഴ്സൺ, നമ്മൾ ഹിയറിംഗ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഡയറി റൈറ്റിംഗ് ഒരു മനുഷ്യന് എത്രമാത്രം വാല്യുബിൾ ആണ് എന്ന് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ആ പിക്ക് കാണാം, ആ ഫോട്ടോ കാണാം. ആരാണ്? ആൻ ഫ്രാങ്കിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻ ഫ്രാങ്ക് ആരാണ്? ജർമ്മൻ ബോൺ Jew ആണ് ആൻ ഫ്രാങ്ക്. She was a victim of Holocaust during her period of hiding from the Nazis. She wrote a diary which was later found and പബ്ലിഷ്ഡ്. അവർ മരിച്ച ശേഷമാണ് ഡയറി കണ്ടെത്തുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തത്. അവർ ഈ ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ നാസീസിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ആ ഒരു പതറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വയലൻസ് സിറ്റുവേഷനിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെട്ടു, എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്തത് എന്നൊക്കെ പറയുന്ന ഒരു ഡയറി റൈറ്റിംഗ് ആണ് താഴെ കൊടുത്തിട്ടുണ്ട്. ഡിയർ കിറ്റി എന്നാണ് അവരുടെ ഡയറി അവർ വിളിക്കുന്നത്. ഓക്കെ, കുറച്ച് ദിവസമായി ന്യൂസുകൾ കേൾക്കുന്നു, പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് ഇൻവോൾവ് ആണ്, വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്, ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ് ഈ വയലൻസ് ഭയന്ന് എന്നൊക്കെ പറയുന്ന ഒരു റൈറ്റപ്പാണ് ഡയറി എൻട്രിക്കകത്തുള്ളത്. അത് നിങ്ങൾ വായിക്കുക. ലാസ്റ്റ് അവരൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഐ ആം എ യങ് ഗേൾ ആൻഡ് പൊസസ് മെനി ബെറീഡ് ക്വാളിറ്റീസ്. ഞാനൊരു ചെറിയ കുട്ടിയാണ്, എൻ്റെ ഉള്ളിൽ ഒരുപാട് നല്ല ക്വാളിറ്റീസും ചീത്ത ക്വാളിറ്റീസും ഒക്കെ ഉണ്ടായിരിക്കും. ആ നല്ല ക്വാളിറ്റീസ് പുറത്ത് വിടാൻ എനിക്ക് എന്ത് ചെയ്യണം? ഒരു അവസരം കിട്ടണം. അന്നേരം എന്ത് പാടില്ല? വയലൻസ് ഉണ്ടെങ്കിലൊന്നും അതൊന്നും പുറത്ത് വരില്ല അല്ലേ? നമുക്ക് അത്ര ഒരു ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള മൈൻഡാണെങ്കിൽ നമുക്ക് പുറത്ത് വരുമോ വയലൻസ് ഒക്കെ? ഒരിക്കലുമില്ല. ഐ എം യങ് ആൻഡ് സ്ട്രോങ് ആൻഡ് ഐ എം ലിവിങ് എ ഗ്രേറ്റ് അഡ്വഞ്ചർ. ഐ ആം സ്റ്റിൽ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഇറ്റ് ആൻഡ് കാൺ ഗ്രംബിൾ ദ ഹോൾ ഡേ ലോങ്. എന്താണ്? ഞാൻ എൻ്റെ ഉള്ളിലെ എൻ്റെ ക്രിയേറ്റിവിറ്റിയും എൻ്റെ കഴിവുകളും എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ ഒരു അഡ്വഞ്ചറിൽ, ഒരു വയലൻറ്റ് സിറ്റുവേഷൻ, ഒരു വയലൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വയലൻസ് ഉള്ള ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഇവളുടെ ഡയറിയോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു റൈറ്റപ്പാണ് ഫസ്റ്റ് നിങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രം ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക്, ട്രാൻസ്ലേറ്റഡ് ഫ്രം ഡച്ചിലാണ് എഴുതിയിരുന്നത്. ജ്യൂ ആണല്ലോ അവൾ, ഡച്ചിലാണ് എഴുതിയിരുന്നത്. അത് വേറൊരു ട്രാൻസ്ലേറ്റർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത റൈറ്റപ്പാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. വൈ ഡു യു തിങ്ക് ആമി ഗേവ് എ നെയിം ടു ഹർ ഡയറി? എന്തിനാണ് അവളുടെ ഡയറിക്ക് ഒരു പേര് കൊടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം എന്താണ്? ഒരു ഇൻറ്റിമസി തോന്നാൻ വേണ്ടി ആയിരിക്കും അവൾ കൊടുത്തത് അല്ലേ? ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി അണ്ടർസ്റ്റാൻഡബിൾ ബട്ട് നോ വൺ ഹാസ് ഫൗണ്ട് എ സാറ്റിസ്ഫാക്ടറി ആൻസർ ടു ഇറ്റ് സോ ഫാർ. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? വൈ ഇസ് ഇറ്റ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ? വൈ ഹാസ് നോ ആൻസർ ബീൻ ഫൗണ്ട് ആസ് യെറ്റ്? എന്നാണ് ആ പാരഗ്രാഫിൽ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദിസ് ഈസ് എ വെരി അണ്ടർസ്റ്റാൻഡബിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എന്താ സിമ്പിൾ ആയത് എന്നൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ പാരഗ്രാഫ് വായിച്ചാൽ മാത്രമേ അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നോക്കുക. വാട്ട് ഈസ് ദാറ്റ് പസിൽസ് ആമി എന്താണ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്? ഈ വയലൻസ് സിറ്റുവേഷൻ തന്നെ അവളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലേ? അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വായിക്കുക, ആൻസർ എഴുതുക. ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പുറകിലത്തെ സൈഡിൽ ആൻസേഴ്സ് കിടപ്പുണ്ട്, അത് നോക്കി എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ.
വൊക്കാബുലറിയാണ്. ഹിയർ ആർ സം വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ഫ്രം ആനീസ് ഡയറി. പുട്ട് ദം ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്. എന്താണ് പോസിറ്റീവ് എക്സ്പ്രഷൻസും നെഗറ്റീവ് എക്സ്പ്രഷൻസും പറഞ്ഞ 2 കോളമാണ് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് എക്സ്പ്രഷൻസ് ഫസ്റ്റ് കോളത്തിലും നെഗറ്റീവ് എക്സ്പ്രഷൻസ് ഇപ്പുറത്തെ കോളത്തിലും എഴുതണം. പോസിറ്റീവ് എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണോ? അല്ല. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് എക്സ്പ്രഷൻസിലേക്ക് തന്നെ വിടും. റേജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണോ? അല്ല. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ നേച്ചർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണോ? അതെ, പോസിറ്റീവ് ആണ്. അപ്പം ബ്യൂട്ടിഫുൾ നേച്ചർ ഫസ്റ്റ് കോളത്തിൽ വരും. ഗ്രേറ്റ് അഡ്വഞ്ചർ പോസിറ്റീവ് ആണോ? യെസ്, പോസിറ്റീവായിട്ട് നമുക്ക് കൂടാം അല്ലേ. അഡ്വഞ്ചർ പക്ഷേ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ സാഹസികമായ ഒരു ജേണി, അല്ലെങ്കിൽ മഹത്തായ ഒരു അഡ്വഞ്ചർ എന്ന് പറയാം അല്ലേ. ഡിസ്ട്രോയിഡ് നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. ചിയർഫുൾനെസ്സോ പോസിറ്റീവ് ആണ്. ഡിസ്ഫിഗേഴ്സോ അതൊരു നെഗറ്റീവ് ആണ്. സ്ട്രെങ്ത്, ഗ്രംബിൾ അതെല്ലാം നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഇൻ ദ പാസേജ് വിച്ച് മീൻസ് സെയിം ആസ്. സിനോണിംസ് കണ്ടുപിടിക്കാനാണ്. എക്സസ് എന്നുള്ളതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു വേർഡ് എവിടെ ഉണ്ട്? പാസേജിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി എഴുതാം. അങ്ങനെ 5 കൊടുത്തിട്ടുണ്ട്, അത് ലിസ്റ്റ് ചെയ്യുക. ഇനി ഗ്രാമറിൽ അഡ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അഡ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ തന്നെ നോക്കി. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി നോക്കാം. ബട്ട് നോ വൺ ഹാസ് ഫൗണ്ട് എ സാറ്റിസ്ഫാക്ടറി ആൻസർ സോ ഫാർ. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞതാണ് നൗൺ അല്ലേ. അപ്പോൾ ആൻസർ, ഫൗണ്ട് എന്ന് പറഞ്ഞാൽ വെർബാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വേർഡാണ് വെറും ആൻസർ. ബട്ട് നോ വൺ ഹാസ് ഫൗണ്ട് ആൻ ആൻസർ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ല സാറ്റിസ്ഫാക്ടറി ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഒന്നുകൂടെ ഹൈലൈറ്റ് ആവും അല്ലേ. അപ്പോൾ സാറ്റിസ്ഫാക്ടറി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. ഐ റിഗാർഡ് അവർ ഹൈഡിങ് ആസ് എ ഡേഞ്ചറസ് അഡ്വഞ്ചർ. എന്താണ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു നൗണാണ്. ഈ അഡ്വഞ്ചറിനെ ക്വാളിഫൈ ചെയ്യുന്ന ഏതാണ്? അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത് ഡേഞ്ചറസ്. ഓക്കെ. Though adjectives generally appear before nouns in the sentence above, they can occur after verbs such as is, was, seems, looks for example. Okay. അതേതാണ് എക്സാമ്പിൾ നോക്കാം. അതായത് ഇവർ നൗൺസിൻ്റെ കൂടെ തന്നെ, നൗൺസിന് മുന്നേ നമ്മൾ അഡ്ജക്റ്റീവ്സ് സാധാരണ കാണപ്പെടും. അതാണ് നമ്മൾ മുകളിൽ കണ്ടത്. പക്ഷേ എന്ത് ചെയ്യും? വെർബ് കഴിഞ്ഞും ഈ നമ്മുടെ അഡ്ജക്റ്റീവ്സ് കാണാറുണ്ട്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. ഐ ഹാവ് ഓഫൺ ബീൻ ഡൗൺ കാസ്റ്റ്. ഏതാണ് ഐ ഹാവ് ഓഫൺ ബീൻ ഡൗൺ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഐ ഹാവ് ഓഫൺ ബീൻ പറഞ്ഞാൽ ഈസിൻ്റെ ഫോം ആണല്ലോ ബീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൗൺ കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആഡ്ജക്റ്റീവാണ്. അപ്പം ബീനിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അഡ്ജക്റ്റീവാണ്. ബീൻ എന്ന് പറഞ്ഞ വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞ് ഉപയോഗിച്ച അഡ്ജക്റ്റീവാണ് ഇത് ഡൗൺ കാസ്റ്റ്. ഐ ആം വെരി യങ് ആൻഡ് സ്ട്രോങ്. ഐ എം വെരി യങ് ആൻഡ് സ്ട്രോങ് എന്ന് പറയാം. ഐ എം വെരി യങ് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഐ ആം എന്ന് പറഞ്ഞത് ഈസിൻ്റെ ഫോം ആണല്ലോ, ബി ഫോം ഓഫ് ദ വേർബ് ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്ന യങ്, ഐ ആം വെരി ഐ ആം യങ് ആൻഡ് സ്ട്രോങ്. അയാളെ, ഐ എന്ന് പറഞ്ഞ ആളെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന അഡ്ജക്റ്റീവാണ് ഇത് യങ്ങും സ്ട്രോങ്ങും ഒക്കെ. ഓക്കെ. Adjectives can themselves be further modified by other adverbs and adjectives. Example, എന്തൊക്കെ നോക്കൂ. At the humorous side of the most dangerous moments, adjectivesനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്ത് മോഡിഫൈഡ് അഡ്ജക്റ്റീവ്സ് ആക്കി മാറ്റാം. അതാണ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ തന്നെ ഡേഞ്ചറസ് മൊമെന്റ്സ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ നൗണിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡേഞ്ചറസ് കൊണ്ട് മോഡിഫൈ ചെയ്തിരിക്കുകയാണ് അല്ലേ. മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വേർഡാണ് ഡേഞ്ചറസ്. അപ്പോൾ ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആയല്ലോ. അപ്പോൾ ആ അഡ്ജക്റ്റീവിനെ തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു അഡ്ജക്റ്റീവ് ഏതാണ്? മോസ്റ്റ് ഡേഞ്ചറസ്. അപ്പോൾ ഒന്നുകൂടി ഒരു ഹൈപ്പായില്ലേ. അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ച് കണ്ടുപിടിക്കാമല്ലോ. ഓഫൺ ബീൻ ഡൗൺ കാസ്റ്റ് അഡ്ജക്റ്റീവ് ആണല്ലോ. അങ്ങനെ ഓരോന്നും നമുക്ക് സർക്കിൾ ചെയ്യുകയോ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ. റൈറ്റ് 3 അഡ്ജക്റ്റീവ്സ് ടു ഡിസ്ക്രൈബ് ദ ഫോളോയിങ്. ഹെയറിനെ അഡ്ജക്റ്റീവ് ഉപയോഗിച്ച് മോഡിഫൈ ചെയ്തൊരു വേർഡ് എഴുതുക. ഫേസിന് എഴുതുക, ഐസിന് എഴുതുക, അങ്ങനെ എഴുതുക. ഓക്കെ. ഇനി റൈറ്റിംഗ് ഡയറി എൻട്രീസ് എങ്ങനെയാണ് എഴുതുന്നത്? എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു ഡേറ്റും ഡേയും ഇയറും കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഡിയർ മിമ്മി എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മിമ്മി ഇത് ഡയറിയെയാണ് വിളിച്ചത്. അതിനുശേഷം കോമ ഇടണം. ഓക്കെ. ഡേറ്റ് ആണ് ആദ്യം, ഡേ ആണ് ആദ്യം, പിന്നെ മന്ത് ആണ്, പിന്നെ ഡേറ്റ് ആൻഡ് ഇയർ. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫോർമാറ്റ് തന്നെ നിങ്ങൾ കണ്ടന്റ് മാറ്റിയിട്ട് ആ ഫോർമാറ്റ് മാത്രം എടുക്കുക. പിന്നെ ഡിയർ മിമ്മി എന്ന് കൊടുത്തിരിക്കുന്നത് ഡയറിയാണ് വിളിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ എഴുതുക. അവസാനം വേണമെങ്കിൽ താങ്ക് യു എന്നോ വിത്ത് ലവ് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് വണ്ണും അതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഡേ, മന്ത്, ഡേറ്റ് ആൻഡ് ഇയർ. ഓക്കെ. മന്തും ഡേയും ഒക്കെ എന്ത് ചെയ്യണ്ട? ഫുൾ എഴുതണ്ട, ഡോട്ടഡ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ.
നെക്സ്റ്റ് ഒന്ന് അവസാനം വേണമെങ്കിൽ വിത്ത് ലവ് എന്നോ അല്ലെങ്കിൽ നോർമലി നിങ്ങളുടെ പേര് എഴുതി അവസാനിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പാസേജ് വൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് എഴുതണം. അത് എന്തൊക്കെയാണ് നമുക്ക് എഴുതേണ്ടത് അത്യാവശ്യമായിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഡേ എഴുതണം, ഞാൻ പറഞ്ഞ പോലെ ഡേറ്റും ഇയറും എഴുതണം. ഇറ്റ് ടെൽസ് us about something that happens on the day. ഗൺഫയർ ഇൻ ദ ഹിൽസ്, വാട്ട് വൺ ക്യാൻ സീ ദ ടി വി, വാട്ട് ഈസ് പ്ലേഡ് ഓൺ ദ. സാധാരണ നമ്മൾ ഡയറി എഴുതുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഡയറിയിൽ നമ്മൾ ഡേ ടു ഡേയിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ സ്പെസിഫൈ ചെയ്യുക. അതല്ല നമുക്ക് ഹൈലൈറ്റിംഗ് ആയിട്ട് എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല അല്ലേ? ഹൈലൈറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ, ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൻ അത്രയ്ക്കില്ലാത്ത കാര്യങ്ങളായാലും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയാലും നമുക്കത് കുറിച്ച് വെക്കണമെന്ന് തോന്നിയാൽ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് ഇതാണ്. നൗ റൈറ്റ് 2 or 3 ഡയറി എൻട്രീസ്. കുറച്ച് ഡയറി എൻട്രീസും മറ്റേതിൻ്റെ സാമ്പിൾ നോക്കി എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് ഡയറി എൻട്രി എഴുതുന്നത്. പക്ഷേ എന്ത് വേണം? ഫസ്റ്റ് നമ്മൾ ഈ ഡേറ്റും ടൈമും അതൊക്കെ എഴുതണം. അതാണ് ഡയറിയുടെ ഒരു ഫോർമാറ്റ്. ആ ഫോർമാറ്റ് കീപ്പ് ചെയ്ത് കണ്ടന്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സിമ്പിൾ ലാംഗ്വേജിൽ ലോജിക്കലായിട്ട് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ലിസണിങ്ങിന് എന്താണ്? വൺ ഓഫ് ദ വേസ് ഓഫ് ലിസണിങ് ഫോർ സെക്കൻഡ് ഓർ ഫോറിൻ ലാംഗ്വേജസ് ത്രൂ സോങ്സ്. Please download this beautiful song. Imagine a Right sung by John Lennon, one of the Beatles. This group has been one of the most popular pop groups ever. ഇയാൾ, അതായത് ജോൺ ലെന്നൺ എഴുതിയ ഒരു പോയം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എടുത്ത ആ പോയം തന്നെ, ആ സോങ് തന്നെ. ആ സോങ്ങിൽ അത് കേട്ട ശേഷം നിങ്ങളുടെ ലിസണിങ് സ്കിൽ എത്ര മാത്രം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അത് സെൻറ്റൻസിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്ന സ്ഥലത്ത് അത് ഫിൽ ചെയ്യുക. ഓക്കെ, അത്രയാണ് അത് കൊടുത്തിരിക്കുന്നത്. സ്പീക്കിങ്ങിനകത്ത് എന്താണ്? ഇമാജിൻ ദാറ്റ് ആഫ്റ്റർ റീഡിങ് ദ ഡയറി എൻട്രീസ് ഓഫ് ആൻ ഫ്രാങ്ക് സാൾട്ട ആൻഡ് ആഫ്റ്റർ ലിസണിങ് ടു ജോൺ ലെനൺ സോങ്, you as an adult give a speech in which you assure children about giving them safe world for free wars. എന്താണ്? ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് എന്താണ് അത് എഴുതുകയും വേണം, അത് നിങ്ങൾ പറയുകയും വേണം. എന്താണ്? ചിൽഡ്രൻ അബൌട്ട് ഗിവിംഗ് ദം എ സേഫ് വേൾഡ് ഫ്രീ ഓഫ് വാർസ്. കുട്ടികൾക്ക് യുദ്ധമില്ലാത്ത ഒരു രാജ്യം എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു എസ്സേ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രൊനൗൺസിയേഷൻ മൈക്കിൾ ജാക്സൺ സോങ് ഹീൽ ദ വേൾഡ്. ഡേഞ്ചറസ് എന്ന് പറഞ്ഞ ആൽബത്തിലുള്ള ഹീൽ ദ വേൾഡ് എന്ന് പറഞ്ഞ സോങ് കേട്ടിട്ട് അത് പ്രൊനൗൺസ് ചെയ്ത് പഠിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പുറകിലത്തെ സൈഡിൽ ഇവിടെ വരുന്ന ഇത് നോക്കാം. ഓക്കെ, ആൻസർ സെക്ഷൻ നോക്കാം. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ.